മദ്യനയാഴിമതി കേസിൽ 6 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ദിവസങ്ങൾക്ക് പിന്നാലെയാണ് കേജ്രിവാളിന്റെ സുപ്രധാന പ്രഖ്യാപനം. 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർട്ടി ഓഫീസിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് കേജ്രിവാൾ പ്രഖ്യാപനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിലെ ഒരാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്നും MLA-മാർ യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും വ്യക്തമാക്കിയ കേജ്രിവാൾ മനീഷ് സിസോദിയ മുഖ്യമന്ത്രിയാവില്ല എന്നും പറഞ്ഞു. വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കില്ല. ഇത്രയും നാൾ ആ സ്ഥാനത്തിരുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനാണ്. ഓരോ വീടുകളിലും പോയി ജനങ്ങളുടെ അഭിപ്രായം തേടുമെന്നും കേജ്രിവാൾ വ്യക്തമാക്കി. ജയിൽ മോചിതനായതിനു ശേഷം ആദ്യമായി പാർട്ടി ആസ്ഥാനത്തെത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. 5 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത രാജി. നവംബർ മാസം തെരഞ്ഞെടുപ്പ് നടത്താൻ BJPക്ക് ധൈര്യമുണ്ടോ എന്നും കേജ്രിവാൾ വെല്ലുവിളിച്ചു. മഹാരാഷ്ട്രയ്ക്കൊപ്പം ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് നിലവിലെ തീരുമാനം. പ്രധാന ശത്രുവായ BJPയെ നേരിടാൻ പാർട്ടിയിലെ ഏത് നേതാവിനാകും ആം ആദ്മി പാർട്ടി താത്കാലിക ചുമതല നൽകുക എന്നതാണ് ഇനി അറിയേണ്ടത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.